ஃப்ரெண்ட்ஸ், இன்று നമ്മൾ മല മേലെ ഇറക്കുന്നത് ഒരു 900 സ്റ്റെപ്പുകളുണ്ടാവും. മലയേറില്ലാമോ വാല. ഇത് ധർമ്മലിംഗേശ്വര കോവിലാണ്. മലമേലെയാണ്. ഇപ്പോൾ ഭയങ്കര മിസ്റ്റാണ്. 6:30-ക്കുള്ള വ്യൂ ആണിത്. ഭയങ്കര മിസ്റ്റ് മൂടി കിടക്കണം, ഒന്നും കാണാൻ വയ്യ. ഇപ്പം ഞാൻ 8 മണിക്കുള്ള വ്യൂ ആണ്. ഞങ്ങൾ തിരിച്ച് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ്. അത്യാവശ്യം കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ ഗണപതി, ഒരു സൈഡിൽ മുരുകനുമാണ്. ഇതിൽ ഈ നന്ദിയോട് കാതിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ നടക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഞങ്ങൾ പതിയെ പതിയെ മല കയറി തുടങ്ങി. അത്യാവശ്യം നല്ല മിസ്റ്റുണ്ട്, നല്ല കാറ്റുണ്ട്. മല കയറുക എന്ന് പറയുന്നത് എത്ര ഒരു ഈസി ടാസ്ക് അല്ല. ആദ്യമായിട്ടൊക്കെ ഞാൻ കയറിയ സമയത്ത് ഭയങ്കര കാലുവേദനയായിരുന്നു. കാരണം എന്നെക്കൊണ്ട് കയറാനേ പറ്റില്ലായിരുന്നു, അമ്മാതിരി കാലുവേദനയായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇടയിൽ ഇരുന്നിരുന്ന് അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ തവണ പോയപ്പോഴത്തേക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു 20 നിമിഷം 25 നിമിഷമൊക്കെ കൊണ്ട് കയറും. പിന്നെ ഇന്നിപ്പോൾ മോനും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു 20-25 നിമിഷം കൊണ്ടാണ് കയറിയത്. അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ സ്പീഡിൽ കയറാൻ പറ്റും. പിന്നെ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്നാൽ ഫുൾ കോവൈ പുതൂർ ഏരിയ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു വ്യൂ ആണ്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. മഞ്ഞുള്ളതുകൊണ്ട് തന്നെ മേലേക്ക് പോകുമ്പോൾ ആ ഒരു വിഷ്വലൊന്നും അത്ര ക്ലിയർ അല്ല. കാരണം എന്ന് വെച്ചാൽ മഞ്ഞ് മൊബൈലിൽ അടിച്ചിട്ട് വ്യൂ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കയറി ഏറ്റവും ടോപ്പിലെത്തി. അപ്പോൾ ശിവ എന്നാണ് എഴുതിയിരിക്കുന്നത്. നല്ല തിരക്കാണ്. എല്ലാ പൗർണമിക്കും ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ പൗർണമിയിൽ ഈ കോവിലിരിക്കുന്ന മലയില്ലേ, ആ മലയെ അത്രയും ഗിരിവലം വയ്ക്കും. ഗിരിവലം എന്നാണ് പറയുന്നത്. അതായത് ഈ മല ഫുൾ ചുറ്റി ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും. അതൊരു 3 തവണ എന്തോ ചുറ്റി വരും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് എല്ലാ പൗർണമിക്കും. അപ്പോൾ അതിന് കുറേ ആൾക്കാർ അങ്ങനെ പോകാറുണ്ട്. ഞാൻ ഇതുവരെയ്ക്കും പോയിട്ടില്ല. എനിക്കതിന് അത്രയും ഒരു കോൺഫിഡൻസ് ഇല്ല, അത്രയും എന്നെ കൊണ്ട് ചുറ്റി വരാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ പോകാറുണ്ട്. പോയതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് കൊടുക്കും, ഫുഡ്, വെള്ളം, അങ്ങനെയൊക്കെ. ഇത് നമ്മൾ മുകളിൽ വന്നതിന് ശേഷമുള്ള വ്യൂ ആണേ. പണ്ടൊക്കെ ഞാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഈ സൈഡ് ഭിത്തി, ജനൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു, ഫുൾ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇങ്ങനെ നോക്കാം താഴേക്ക്. ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ കെട്ടിയിട്ട് ജനലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ നിന്നുള്ളൊരു മലയുടെ വ്യൂ ആണ്. അതിങ്ങനെ ലൈനായിട്ട് അങ്ങ് വരേക്കും പോയിട്ടുണ്ട്. വീടൊക്കെ ഇങ്ങനെ ചെറിയ സോപ്പ് പെട്ടി അടിക്കുക പോലെയാണ് കാണുന്നത്. കാറൊക്കെ കണ്ടോ? ഒരു വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ എല്ലാവരും മിക്കുള്ളവരും അവരുടെ മൊബൈലിൽ ശിവൻ്റെ പാട്ടും സ്തോത്രങ്ങളോ അങ്ങനെ അതൊക്കെ പ്ലേ ചെയ്തുകൊണ്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ആ മുകളിലോട്ട് കയറുന്നത് അറിയാനേ പറ്റില്ല. ആ ഒരു വലിയൊരു ടാസ്ക് സത്യത്തിൽ നല്ലൊരു അനുഭവമാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ പോവും. അങ്ങനെ ഞങ്ങളിപ്പോൾ മല ഇറങ്ങി കീഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.